വിജനമായ കാപ്പിത്തോട്ടത്തിലെ കുളത്തിൽ ദുർഗന്ധം വമിച്ച് പൊങ്ങിക്കിടന്ന ആ നീലപ്പടുതാക്കെട്ട് അഴിച്ചപ്പോൾ കണ്ടത് നാടിനെ നടുക്കിയ ക്രൂരതയുടെ ആഴം. 8 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവുമായി അപ്രത്യക്ഷയായ യുവതിയുടെയും വയറ്റിൽ നിന്ന് പ്രസവിക്കപ്പെട്ട് പൊക്കിൾക്കൊടി പോലും അറ്റുപോകാനിടയാകാത്ത നവജാത ശിശുവിന്റെ മൃതദേഹങ്ങൾ അന്ന് കണ്ടെടുക്കുമ്പോൾ അതൊരു പഴുതടച്ച കൊലപാതക ആസൂത്രണമായിരുന്നു. എന്നാൽ പ്രതിയുടെ സർവ്വ കണക്കുകൂട്ടലുകളും തെറ്റിച്ച ശാസ്ത്രീയ തെളിവുകളും DNA സാക്ഷ്യവും തുമ്പുണ്ടാക്കിയ കേസിൽ പ്രതി തങ്കച്ചൻ എന്ന മാത്യു ദേവസ്യ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയാണ്. 2012 ജനുവരി 14 കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. പാമ്പാടുംപാറ കാപ്പിത്തോട്ടത്തിലെ തൊഴിലാളികൾ എസ്റ്റേറ്റിലെ കുളത്തിൽ അസ്വാഭാവിക സാഹചര്യത്തിൽ ദുർഗന്ധം വമിക്കുന്ന വലിയൊരു നീല പടുതാക്കെട്ട് കണ്ടെത്തി. ഭയം തോന്നിയ തൊഴിലാളികൾ വിവരമുടൻ വണ്ടൻമേട് പോലീസിനെ അറിയിച്ചു. തുടർന്ന് പോലീസ് എത്തി കെട്ടഴിച്ച് നടത്തിയ പരിശോധനയിലാണ് ഒരു സ്ത്രീയുടെയും നവജാത ശിശുവിന്റെയും ജീർണിച്ച മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത്. നാടിനെയാകെ വിറപ്പിച്ച കാഴ്ചയ്ക്ക് പിന്നാലെ നടന്ന അന്വേഷണത്തിൽ കൊല്ലപ്പെട്ടത് കട്ടപ്പന കടുമാക്കുഴി സ്വദേശിനിയായ അമ്പിളിയാണെന്ന് മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു. കൊല്ലപ്പെടുന്ന സമയത്ത് ഗർഭിണിയായിരുന്ന അമ്പിളിയുടെ മൃതദേഹത്തോടൊപ്പം പൊക്കിൾക്കൊടി പോലും അറ്റുപോകുന്ന നിലയിൽ കണ്ടെത്തിയ കുഞ്ഞ് പ്രതിയുടേതാണോ എന്നുറപ്പാക്കാൻ പോലീസ് DNA പരിശോധനയ്ക്ക് അയച്ചു. പരിശോധനാ ഫലം പുറത്തുവന്നതോടെ കേസിൽ നിർണായക തെളിവുമുണ്ടായി. കൊല്ലപ്പെട്ടത് അമ്പിളി തന്നെയാണെന്നും ആ നവജാത ശിശുവിന്റെ പിതാവ് പ്രതിയായ മാത്യു ദേവസിയാണെന്നും സംശയത്തിനിടയില്ലാത്ത വിധം വെളിപ്പെട്ടു. അമ്മയെയും ഉദരത്തിൽ കിടന്ന കുഞ്ഞിനെയും ഒരേപോലെ ഇല്ലാതാക്കിയ ക്രൂരകൃത്യത്തിന്റെ വിവരങ്ങൾ പിന്നീട് ഒന്നൊന്നായി പുറത്തുവന്നു. കട്ടപ്പന കടമാകുഴി ഭാഗത്തുള്ള കണ്ണമുണ്ട ഏലത്തോട്ടത്തിലെ സൂപ്പർവൈസറായിരുന്നു പ്രതിയായ മാത്യു ദേവസ്യ. അതേ തോട്ടത്തിലെ തൊഴിലാളിയായിരുന്നു അവിവാഹിതയായ അമ്പിളി. ജോലിസ്ഥലത്ത് വെച്ച് ഇരുവരും അടുപ്പത്തിലാവുകയും അമ്പിളി ഗർഭം ധരിക്കുകയുമായിരുന്നു. ഭാര്യയും മക്കളുമുള്ള കുടുംബസ്ഥനായ തങ്കച്ചന് അമ്പിളി ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ അത് തന്റെ കുടുംബജീവിതം തകർക്കുമെന്നും സമൂഹത്തിലുള്ള സത്പേരിന് കളങ്കമുണ്ടാകുമെന്നുമുള്ള ഭയമുണ്ടായി. ഇതോടെയാണ് അമ്പിളിയെയും ഗർഭസ്ഥ ശിശുവിനെയും എന്നേക്കുമായി ഇല്ലാതാക്കാൻ തങ്കച്ചൻ പദ്ധതിയിട്ടത്. 2012 ജനുവരി 3 പദ്ധതി നടപ്പാക്കാൻ പ്രതി തീരുമാനിച്ചു. ജോലിക്കെന്ന വ്യാജേന വീട്ടിൽ നിന്നും ഇറങ്ങാൻ അമ്പിളിയോട് നിർദ്ദേശിച്ച തങ്കച്ചൻ യുവതിയെ പാമ്പാടുംപാറ ആനകുത്തി ഭാഗത്തേക്ക് വിളിച്ചു വരുത്തി. അമ്പിളി മുൻ തീരുമാനപ്രകാരം കൃത്യസ്ഥലത്തേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പ്രതി തുടർച്ചയായി ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. കൊലപാതകത്തിന് ആവശ്യമായ പ്ലാസ്റ്റിക് കയറും നീലപ്പടുതയും കട്ടപ്പനയിൽ നിന്നും നേരത്തെ തന്നെ വാങ്ങി ബിഗ് ഷോപ്പറിലാക്കി ഓട്ടോറിക്ഷയിലാണ് ഇയാൾ ആനകുത്തിയിലെത്തിയത്. തുടർന്ന് തനിക്ക് മുൻപരിചയമുള്ളതും ആൾസഞ്ചാരമില്ലാത്തതുമായ പാമ്പാടുംപാറ എസ്റ്റേറ്റിലെ കാപ്പിത്തോട്ടത്തിലേക്ക് അമ്പിളിയെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് 8 മാസം ഗർഭിണിയായ യുവതിയെ കയ്യിൽ കരുതിയിരുന്ന പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തി. കൊലപാതകത്തിനിടെയോ അതിന് തൊട്ടു പിന്നാലെയാണ് നവജാത ശിശു പുറത്തു വന്നത്. തുടർന്ന് തെളിവ് നശിപ്പിക്കാൻ 2 മൃതദേഹങ്ങളും നീലപ്പടുതിയിൽ പൊതിഞ്ഞ് കല്ലുകെട്ടി താഴ്ത്തി കുളത്തിലേക്ക് തള്ളി. താൻ ചെയ്ത ഈ ക്രൂരകൃത്യം ആരും അറിയില്ലെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു പ്രതി. എന്നാൽ അമ്പിളിയെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ കട്ടപ്പന പോലീസിൽ പരാതി നൽകുകയും അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തു. പോലീസ് അന്വേഷണം തന്നിലേക്ക് എത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രതി മാത്യു ദേവസ്യ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തു. ഇതിനിടയിലാണ് കാപ്പിത്തോട്ടത്തിലെ കുളത്തിൽ നിന്നും നീലപ്പടുതാക്കെട്ട് പൊന്തിയതും ചുരുളഴിഞ്ഞതും. ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളുടെയും കൃത്യതയുടെയും ശാസ്ത്രീയ തെളിവുകളുമൊക്കെ ബലത്തിന്റെ പുറത്താണ് പ്രോസിക്യൂഷന് പിടിവള്ളിയാവുന്നത്. അന്നത്തെ കട്ടപ്പന സർക്കിൾ ഇൻസ്പെക്ടർ റെജിയം കുഞ്ഞിപ്പറമ്പന്റെ നേതൃത്വത്തിലാണ് പഴുതടച്ച കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. 32 സാക്ഷികളെ വിസ്തരിക്കുകയും 52 പ്രമാണങ്ങളും 23 തൊണ്ടിമുതലുകളും കോടതിയിൽ ഹാജരാക്കി. നിലവിൽ കട്ടപ്പന DYSP ആണ് റെജി. രാഷ്ട്രപതിയുടെയും മുഖ്യമന്ത്രിയുടെ മെഡൽ അടക്കം നേടിയ അന്വേഷകനാണ് അദ്ദേഹം.